ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ കുറച്ച് ദിവസമായി മീൻ വിഭവം ഒന്നും ഉണ്ടാക്കാത്തത്, അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് കുറച്ച് ഡേ ആയിട്ട് ഫിഷ് റെസിപ്പി ആയിട്ടാണ് വരുന്നത്. അപ്പം ആദ്യത്തെ പാർട്ട് 1 തന്നെ പറയാം. നല്ല കണ്ണൂർ സ്റ്റൈൽ അടിപൊളി നമ്മൾ മീൻ വരട്ടിയെന്നാണ് പറയുക, അയല വരട്ടിയതാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ മീൻ മുളകിട്ടെന്നല്ലേ പറയുക. അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണുക. കണ്ടാൽ മാത്രം പോരാ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പം വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ആദ്യം തന്നെ 2 അയില നന്നായിട്ട് കട്ട് ചെയ്ത് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 3-4-5 മത്തിയുണ്ട്, ചെറിയ കുഞ്ഞു മത്തി. ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2.5 കഷ്ണം തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 4 അല്ലി വെളുത്തുള്ളിയും, പിന്നെ ചെറിയ കഷ്ണം പുളി. ചെറുതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ പറ്റും. ഇത്രയും പീസാണ് ഞാൻ എടുക്കുന്നത്. ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് വേണ്ടത്. പിന്നെ നമുക്ക് വാട്ടാൻ വേണ്ടിയിട്ട് കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ എടുക്കാം. പിന്നെ കടുകും ഉലുവയും, വേറെ ഒന്നും വേണ്ടയില്ല. നേരത്തെ മുറിച്ച 2 അയിലയില്ലേ, അത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഈ ഒരു പീസാക്കി മാറ്റിയിട്ടുണ്ട്. മീൻകറി, മീൻ മുളകിട്ട കറിയെല്ലാം ഇങ്ങനെ പീസാക്കിയിട്ട് തന്നെയാണ് വെക്കല്. വലിയ പീസാക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കലില്ല, ഫ്രൈ ചെയ്യാൻ മാത്രമാണ് ഉപയോഗിക്കൽ. ഇനി നേരത്തെ കാണിച്ച ഉള്ളിയും തക്കാളിയും എല്ലാം ചെറിയ ചെറിയ പീസാക്കി മാറ്റിയിട്ടുണ്ട്. തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഉള്ളി നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മുറിച്ചിടാം. ചെറിയ പീസാക്കിയിട്ടോ അല്ലെങ്കിൽ വലിയ പീസാക്കിയിട്ടോ മുറിച്ചിടാം. അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചും വെച്ചിട്ടുണ്ട്, പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തും വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് പുളി കുതിർത്ത് വെക്കണം. പുളി ഞാനൊന്ന് കഴുകിയിട്ടാണ് വെച്ചത് കേട്ടോ, കാരണം അത് അങ്ങനെ വെച്ചതല്ലേ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് കറക്റ്റാണ്. ഇത് മുഴുവൻ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് ഗ്യാസുമേൽ ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലോ കോക്കനട്ട് ഓയിലോ എടുക്കാം. അത് ചട്ടി നന്നായിട്ട് അതിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാവരുത് കേട്ടോ. നെയ്യൊന്ന് ചൂടായി കഴിഞ്ഞാൽ 3/4 ടേബിൾ സ്പൂൺ കടുകും, അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും 3/4 ടേബിൾ സ്പൂൺ തന്നെയാണ്. എന്നിട്ട് അതൊന്ന് കളർ മാറുമ്പോഴത്തേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഉള്ളി വേഗം വാടാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും പറയുന്നതിൻ്റെ തൊട്ട് തന്നെ ഉപ്പിട്ട് കൊടുക്കണം. അങ്ങനെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കറിയിൽ നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുക്കുന്നില്ല, വെളുത്തുള്ളി മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. 2 തരത്തിൽ മീൻ മുളകിട്ട കറി ഉണ്ടാക്കും. ഒന്ന് വഴറ്റിയിട്ടും രണ്ടാമത് നോർമലായിട്ട് തക്കാളി എല്ലാം പിഴിഞ്ഞിട്ടും വെക്കുന്നതാണ്. ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആട്ടയും ഞാൻ പറയണ്ടല്ലോ, നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വേഗം വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെക്കുന്നുണ്ട്. 1 മിനിറ്റ് മൂടി വെച്ചാൽ മതി. തീ കുറച്ചിട്ടാണ് വെക്കേണ്ടത്, കാരണം തക്കാളി നന്നായിട്ട് വെള്ളമുള്ള തക്കാളിയാണ്. അങ്ങനെ 1 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ മൂടി തുറന്ന് നോക്കുന്നുണ്ട്. തക്കാളിയിലെ വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി നമുക്ക് ഇത് അടിയണം, ഒന്ന് വെന്തടിയണം. അപ്പം ഞാൻ ഒന്നും കൂടി ഒന്ന് വാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നന്നായിട്ട് തക്കാളി എല്ലാം അടിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ട്. നേരത്തെ കുതിർത്ത് വെച്ച പുളി നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത് ഫുള്ളായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കറക്റ്റാണ്. ഇതിൽ മുന്നേ ഉണ്ടല്ലോ ഞാൻ ഉച്ചയൂണ് റെസിപ്പീസും പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടേനും. അതിൽ മീൻ മുളകിട്ട കറി വെച്ചിട്ടുണ്ട്, അയില തന്നെയാണ്. അത് ഉള്ളിയൊന്നും വാറ്റാണ്ട് തക്കാളി പിഴിഞ്ഞിട്ടാണ് വെച്ചിട്ടുള്ളത്. സൂപ്പറാണ്, ഇതും സൂപ്പറാണ്. പിന്നെ ഓരോരുത്തർ മീൻ മുളകിട്ട കറീൻ്റെ എല്ലാം റെസിപ്പി നോക്കുമ്പം ആ വ്ളോഗ് മൊത്തം കാണേണ്ട വരുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ സെപ്പറേറ്റ് ഇടുന്നത്. ഇനി മുതൽ ഞാൻ ഓരോ റെസിപ്പീസ് സെപ്പറേറ്റ് ഇടാൻ ഞാൻ ശ്രമിക്കാം, കാരണം വെച്ചാൽ വ്ളോഗിൽ എല്ലാവരും അത് കാണണമെന്നില്ല. അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിനേക്കാളും കൂടുതലും 1/2 ടീസ്പൂണിനേക്കാളും കുറവുമായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി 1.25 ടേബിൾ സ്പൂണ് മുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 തരത്തിലുള്ള മുളകിൻ്റെ പൊടിയാണ്, എരിവുള്ളതും എരിവില്ലാത്തതും. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് എരിവൊന്നും ഉണ്ടാവില്ല, നല്ല കളറും കിട്ടും. ഇനി വേറെ മസാലകളൊന്നും ഇടുന്നില്ല. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1.25 കപ്പ് വെള്ളമാണ്, കറക്റ്റ് അളവാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇനി മൊത്തത്തിലൊന്ന് നമ്മൾ ഇളക്കിയെടുക്കണം. ഇനി ഉപ്പെല്ലാം കുറവുണ്ടെങ്കിൽ ഉപ്പെല്ലാം ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ കുറച്ച് ഉപ്പ് കുറവുണ്ട്, അതുകൊണ്ട് തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ ഫസ്റ്റ് ടൈമിന് ഇട്ട് കൊടുത്ത ഉപ്പാണ്. ഇതുവരെ ഞാൻ ഗ്യാസ് ഒന്നും ഓണാക്കാണ്ട് ഇതെല്ലാം ചെയ്തത്. ഇനി ഗ്യാസ് ഓണാക്കിയിട്ട് ഇതിൽ മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. മീൻ ലാസ്റ്റ് എല്ലാം കൂടി സെറ്റാക്കിയിട്ടാണ് ഞാൻ മീൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി മീൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മൾ മിക്സാക്കി എടുക്കണം, അടിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. തീ മീഡിയം ഫ്ലെയിമിലാണ് വേണ്ടത്. ഇനി ഞാൻ ഇതൊന്ന് മൂടി വെക്കുന്നുണ്ട്. ഇനി വേറൊന്നും ചെയ്യണമെന്നില്ല. ഒരു 5-8 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന്, വെള്ളം വറ്റുമോ ഇല്ലയോ എന്ന് ഞാൻ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ. വെള്ളം കുറച്ചും കൂടി വറ്റാനുണ്ട്. പിന്നെ നിങ്ങൾ കാണുന്ന കളറേ അല്ല, ലാസ്റ്റ് ആയിക്കഴിഞ്ഞാൽ നല്ല ഡാർക്ക് കളറായിട്ട് മാറും. നമ്മൾ വെച്ച പാടന്നെ കറി കഴിക്കരുത്, കുറച്ച് കഴിഞ്ഞിട്ടാണ് കഴിക്കേണ്ടത്. ഇനി ഇതിലേക്ക്
കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടി മിക്സാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കടുകും ഉലുവയും താളിച്ചത് കൊണ്ട് ഇതിൽ ലാസ്റ്റ് ടൈമിന് ഞാൻ കറിവേപ്പിലയും മല്ലിച്ചപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് സെറ്റാക്കിയിട്ട് കുറച്ചും കൂടി നമുക്ക് ആവാൻ വേണ്ടിയിട്ട് നോക്കാം. അങ്ങനെ കുറുകി വരുന്നുണ്ട് നമ്മളെ മീൻ കറി. എത്രത്തോളം നിങ്ങൾക്ക് വേണ്ടുന്നോ അത്രത്തോളം കുറുക്കിയെടുക്കാം. നമുക്ക് ചോറിന് വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് ഈ ഒരു അളവ് മതി. ഇത് നല്ലോണം സെറ്റായിട്ടുണ്ട്, മീനെല്ലാം വെന്തിട്ടുണ്ട്. അപ്പം ഇനി ഇത് ഞാൻ മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇനി അത് എടുക്കുന്നത്. മേം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് മീൻ കറി എടുക്കുന്നുണ്ട് കേട്ടോ. കളർ നേരത്തെക്കാളും കളർ മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ലൊരു കുറുകി വന്നിട്ടുണ്ട്. നേരത്തെക്കാളും നന്നായിട്ട് വറ്റിയിട്ടുണ്ട് കറി. അയല മാത്രമല്ല, ചെമ്മീനും അയക്കൂറയും അതുപോലെ തന്നെ നെയ്മീനെല്ലാം ഇതുപോലെ വഴറ്റി വെക്കാൻ പറ്റും. മത്തിയില്ലേ, മത്തി വാട്ടുന്നതിനെക്കാട്ടും നല്ലത് നമ്മൾ തക്കാളി പിന്നിട്ട് ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു സ്റ്റെപ്പാണ്. ഞാൻ അയല ചാറ് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ചെമ്മീൻ വറുത്തരച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് റെസിപ്പീസ് എല്ലാം ഞാൻ വെച്ചിട്ടുണ്ട് ഇതിൽ മുന്നത്തെ വീഡിയോയിൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടു നോക്കാം. അമ്മനെ ആദ്യം തന്നെ കഴിക്കുന്നുണ്ട്. ഞാൻ പാർട്ട് 1 എന്ന് പറയാൻ കാരണം പരിപ്പ് കറിയും അതുപോലെ തന്നെ കുറച്ച് റെസിപ്പീസ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി വരുന്ന വീഡിയോയിലെല്ലാം ഞാൻ കാണിക്കാം ഡീറ്റെയിൽ ആയിട്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്, എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെ കണ്ണൂർ മലബാർ ഏരിയയിലാണ് മെയിനായിട്ട് ഇങ്ങനെ വെക്കൽ. അപ്പോൾ ഈ ഒരു മീൻ കറിക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും ആദ്യം തന്നെ നിങ്ങൾ വീഡിയോ കാണുന്നതാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ അത് മാത്രമല്ല, ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓളെന്ന ബട്ടൺ അടിച്ചാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടും. നിങ്ങൾ മീൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ, അസ്സലാമു അലൈക്കും.